നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് ചാനലിൽ ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. വേറൊന്നുമില്ല, മഴവെള്ള സംഭരണിയെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കിണർ കുത്തിയാൽ വെള്ളം കിട്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ മഴവെള്ള സംഭരണിയാണ് അവർക്കൊരു കുടിവെള്ളമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാവശ്യത്തിന് വേണ്ടിയും ആശ്രയിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ മഴവെള്ള സംഭരണികൾ നമ്മുടെ കേരളത്തിനകത്തും വെളിയിലുമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നിള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ്. ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുവന്ന ഷിൻഡോ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പോൾ ഈ ഷിൻഡോ ചേട്ടൻ്റെ മഴവെള്ള സംഭരണികളെക്കുറിച്ചുള്ള കാര്യങ്ങളും എങ്ങനെ നല്ല രീതിയിലുള്ള മഴവെള്ള സംഭരണി സെറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് വരുന്നുണ്ട്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകത വരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മഴവെള്ള സംഭരണികൾ നിങ്ങളുടെ വീടിനോട് ചേർന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിള സൊസൈറ്റിയിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം. ഇത് നിള നിർമ്മിച്ച ഒരു മഴവെള്ള സംഭരണിയാണ്. അതായത് നമ്മുടെ റൂഫിൽ വീഴുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് നമ്മളൊരു വാട്ടർ ടാങ്കിൽ ശേഖരിക്കുകയാണ്. അതാണ് മഴവെള്ള സംഭരണി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നിർമ്മാണം നടക്കുന്ന ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വീടിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൂഫിൽ വീഴുന്ന വെള്ളം ഒരു പൈപ്പ് വഴി കൊണ്ടുവന്ന് നമ്മൾ ഈ ടാങ്കിൽ കളക്ട് ചെയ്യുന്നു. ആ ടാങ്കിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഫിൽട്ടർ യൂണിറ്റിലാണ് കളക്ട് ചെയ്യുന്നത്. ആ ഫിൽട്ടർ യൂണിറ്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം ഈ വാട്ടർ ടാങ്കിൽ നമ്മൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് പല അളവിൽ നമ്മൾ വാട്ടർ ടാങ്ക് ചെയ്യും. ഇതിപ്പം എത്ര ലിറ്ററിൻ്റെ ടാങ്കായിട്ട്? ഇതിപ്പം 15,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ്, മഴവെള്ള സംഭരണിയാണ്. ഓ ശരി. നിങ്ങളിപ്പം മിനിമം എത്ര ലിറ്ററിൻ്റെയൊക്കെയാണ്? നമുക്കൊരു മിനിമം ഒരു 10,000 ലിറ്റർ മുതലുള്ള ടാങ്കുകൾ ചെയ്യാം. 10,000 ലിറ്റർ മുതൽ 2,00,000 ലിറ്റർ വരെയുള്ള ടാങ്കുകൾ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓ ശരി. ഈ ഒരു മഴവെള്ള സംഭരണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ് നിർമ്മിക്കുന്നത്? അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള എന്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എല്ലാം വരുന്നത്? ഇത് നമ്മൾ ചെയ്യുന്ന സിമെൻറ്റിലുള്ള ടാങ്കാണ്. ഫെറോ സിമെൻറ്റ് മെത്തേഡാണ്. ഫെറോ സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചിക്കൻ മെഷ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വലകളാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഫെറോ സിമെൻറ്റിനകത്ത് നമ്മൾ കമ്പിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 6-ൻ്റെ കമ്പി 8-ൻ്റെ കമ്പിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ, കാരണം കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പിയും കൂടെ ഇട്ടാണ് നമ്മൾ ടാങ്കുകൾ ചെയ്തിരിക്കുന്നത്. ഓ ശരി. ഇത് എത്ര ഇഞ്ച് കനം കാണും ചേട്ടാ? ഇതിന് കനം വരുന്നത് 2 ഇഞ്ച് താഴെയാണ് കനം വരുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മൾ 8-ൻ്റെയും 6-ൻ്റെയും കമ്പി കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ വെൽഡ് മെഷ് പൊതിയുന്നു. അതിൻ്റെ പുറത്ത് 3 ലെയർ ചിക്കൻ മെഷ് പൊതിയുന്നു. അതായത് ഒരു സൈഡിൽ നിന്ന് സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്താൽ അപ്പുറ സൈഡിലേക്ക് പോകത്തില്ലാതെ തന്നെ ഇതിന് ഉള്ളിലൊരു ഇരുമ്പിൻ്റെ ആവരണമാണ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ട് അതിനെ നിലനിർത്തുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും 10 വർഷത്തേക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. അതായത് ഒരു കസ്റ്റമർ ഒരു ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം എന്ത് സംഭവിച്ചാലും നമ്മുടെ സ്വന്തം ചെലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം കഴിഞ്ഞാൽ ഇത് പോകുന്നല്ല, 50 വർഷം കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ലൈഫ് എത്ര വരെ കിട്ടാറുണ്ട്? ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന 25 വർഷം പഴക്കമുള്ള ടാങ്കുകൾ നമ്മൾ ഈ ടാങ്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഒരു പുതിയ വീട്, ഒരു പഴയ വീടുണ്ട്. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ടാങ്ക് 18 വർഷം ആയതാണ്. 18 വർഷം മുമ്പ് ചെയ്തു. അതിന്റെ പ്രയോജനം മനസ്സിലാക്കിയോണ്ടാണ് അദ്ദേഹം പുതിയ വീട് ചെയ്ത് പുതിയൊരു ടാങ്ക് കൂടെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ അതായത് മഴയുള്ള റൂഫിൽ നിന്ന് വെള്ളം വന്ന് ഈ ടാങ്കിന്റെ ടോപ്പിലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തോ കാര്യങ്ങളാണ് ഫിൽട്രേഷൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ഫിൽട്രേഷനിൽ നമ്മൾ ഇന്നിപ്പം നമ്മൾ ഏറ്റവും നല്ല ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സാൻഡ് ഫിൽറ്ററാണ്. ചിരട്ടക്കരി, മണലും മെറ്റിലും ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആ ടാങ്കിൻ്റെ ടോപ്പിലുള്ള ഫിൽറ്റർ യൂണിറ്റിൽ ഈ പറഞ്ഞ കരിയും മണലും മെറ്റിലും ചേർന്ന ഒരു ചേമ്പറാണ്. അവിടെ വന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ടാങ്കിലേക്ക് വരുന്നത്. അതിന് മുമ്പായിട്ട് റൂഫ് വാഷ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ പാത്തിയിലെ വെള്ളം വന്ന് ടാങ്കിലേക്ക് വരുന്നതിന് മുമ്പിൽ നമ്മളൊരു ബെൻഡ് ചെയ്ത് ഒരു വെള്ളം ടാപ്പ് ചെയ്ത് വേസ്റ്റ് കളയാൻ വേണ്ടി ഒരു വാൽവ് വെക്കും. അപ്പോൾ നമ്മൾ പായലൊക്കെ ഉണ്ടാക്കി പോകാൻ വേണ്ടും റൂഫിലെ പൊടിയും ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ വാൽവ് അതിൻ്റെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം വീഴുന്ന മഴയിൽ തന്നെ ഈ ടാങ്കിലെ പൊടിയും ചെളിയും മണ്ണും എല്ലാം ഇതിലൂടെ നഷ്ടപ്പെടും. നല്ല വെള്ളമാണ് നമ്മുടെ റൂഫിൽ നിന്ന് വരുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ റൂഫ് വാഷറിലെ വാൽവ് ക്ലോസ് ചെയ്യും. അതുമുതലുള്ള നല്ല വെള്ളം നമ്മുടെ ടാങ്കിൽ ശേഖരിക്കാം. അതും ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ടാങ്കിലേക്ക് വരുന്നത്. നമുക്ക് ഈ ടാങ്കിൽ നിന്നുണ്ടാകുന്ന നമുക്ക് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. നമ്മളറിയാം, ഈ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ കിണറ്റിലെ വെള്ളവും ആ മഴവെള്ള സംഭരണി എടുത്ത് വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിലെ വെള്ളം കുടിക്കില്ല. കാരണം നമുക്ക് പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം. അതിനകത്തുണ്ടാകുന്ന പറഞ്ഞാൽ പൊടി, ഇലകളൊക്കെ വീഴുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് അത് നമ്മൾ ഫിൽറ്ററായിട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല, ഹാർഡ്നെസ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഏറ്റവും നല്ല ഈ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഈ മഴവെള്ളം കുടിക്കുകയുള്ളൂ ആരായാലും. ചേട്ടാ, അതുപോലെ തന്നെ നമുക്ക് മഴവെള്ള സംഭരണി ഇപ്പം നമുക്ക് എല്ലാ സമയത്തും, അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ സമയത്തും മഴ ഉണ്ടാകണമെന്നില്ല. ചൂട് സമയം 2 മാസത്തോളം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ മഴവെള്ളത്തിന് ഷോർട്ടായി വരാറില്ലേ?
അപ്പം നമ്മൾ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം മഴവെള്ളം സംഭരിച്ച് ഉപയോഗിക്കുന്നത്. അല്ല എന്ന് വെച്ചാലും ഈ 2 മാസം വരെ ഈ ഒരു കപ്പാസിറ്റി നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 500 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരാൾക്ക് 60 ദിവസമാണ് വെള്ളത്തിന് ഷോർട്ടേജ് എങ്കിൽ 60 × 500 30,000 ലിറ്റർ കപ്പാസിറ്റി ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം നമ്മൾ ബോർവെൽ അടിച്ചിട്ടും കിണർ കുത്തിയിട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത് നമുക്കിതൊരു ഓപ്ഷനേ ഉള്ളൂ. 100% സുരക്ഷിതത്വമാണ്. കാരണം മഴയുള്ളിടത്തോളം കാലം നമുക്ക് വെള്ളം ഉറപ്പാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു കിണർ കുത്തി കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം കിട്ടുള്ളൂ എന്ന് അറിയത്തുള്ളൂ. ബോറടിച്ചാലും അതുപോലെ തന്നെ. പക്ഷേ നമ്മൾ മഴവെള്ള സംഭരണിയുടെ ഏറ്റവും വലിയ ഗുണം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പണിത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. വെള്ളം കിട്ടും. മഴയത്ത് നമുക്ക് വെള്ളം കിട്ടും. കാലാവസ്ഥ മാറി മഴ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും ഉള്ള മഴ പെയ്യുന്നുണ്ട്. ആ വെള്ളത്തെ നമുക്ക് ശേഖരിക്കാം. നമ്മുടെ ആവശ്യത അനുസരിച്ചിട്ട് ടാങ്കിനുള്ള കപ്പാസിറ്റി കൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ അറിയാം 10-25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വെള്ളമാണ്. ആ വെള്ളത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷമോ 2 ലക്ഷമോ മാറ്റി. കാരണം വെള്ളം ഉണ്ടെങ്കിലേ വീടുണ്ടാവുള്ളൂ. ഏറ്റവും ഒരു മുറിയെക്കാട്ടിലും പ്രധാനം വെള്ളമാണ്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് വീട് പണിയുമ്പോൾ പൈസ മുടക്കി വീട് പണിയുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളത്തിന് വേണ്ടി വെള്ളം മാറ്റി വെച്ച് പൈസ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം അവർക്ക് വെള്ളത്തിനെങ്ങും എങ്ങും പോകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. 100% ഫലപ്രാപ്തി കൊടുക്കും എന്നുള്ളതാണ് ഈ മഴവെള്ള സംഭരണിയുടെ ഏറ്റവും വലിയ. ഈ സംഭരണ ഫ്ലോർ എന്താണ്? ഫ്ലോർ നമ്മൾ കോൺക്രീറ്റ് ആണ്. RCCയും PCCയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ വാളിൻ്റെ വർക്ക് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ ടാങ്കാണ്. ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പ്ലംബിങ് ചെയ്തിട്ടില്ല. അപ്പം വീടിൻ്റെ റൂഫ് പ്ലംബിങ് കൂടെ കഴിഞ്ഞിട്ട് കൂടെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് പ്ലംബിങ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് എത്ര ഔട്ട് എത്ര ഇൻപുട്ടൊക്കെ വരുന്നു? വെള്ളത്തിൽ നമ്മൾ ഒരു പൈപ്പാണ്, റൂഫിൽ നിന്ന് ഒരു പൈപ്പ് മാത്രം വരും. ഇതിനകത്ത് നമ്മൾ അടിയത്തിലുള്ള വാൽവ് വെച്ച് വെള്ളം എടുക്കാൻ പറ്റും, ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കൊരു മോട്ടർ വെച്ചുകൊണ്ട് നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് സാധിക്കും. ശരി. പിന്നെ ഈ കാണുന്ന ഓവർഫ്ലോ ആണ്. ഇത് ഓവർഫ്ലോ ആണ്. ഇപ്പോൾ ഈ ഓവർഫ്ലോ വരുമ്പോൾ ഈ ഓവർഫ്ലോ വെള്ളം വരികയാണെങ്കിൽ നമുക്ക് ഈ ഓവർഫ്ലോയിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് നമ്മുടെ കിണറ്റിലേക്ക് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റും. കിണറുണ്ടെങ്കിൽ കിണറ്റിലേക്ക്. കാരണം കിണറിലെ ആ വെള്ളം വീണ് കഴിഞ്ഞാൽ കിണറിലെ വാട്ടർ ലെവലും ഉയരും. ആ വെള്ളം നമുക്ക് ഒട്ടും കളയണ്ടല്ലോ. കാരണം പറമ്പിലുള്ള വീണ വെള്ളം ഒഴുകി പോകാതെ ആ രീതിയിലാണ് ഇതിന്റെ പൈപ്പ് ഓവർഫ്ലോ കണക്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ശരി ചേട്ടാ. അതുപോലെ തന്നെ ചിലർക്കാണല്ലോ സ്ഥലത്തിന്റെ പരിമിതി കാണും. ഇതുപോലെ ഈ സംഭരണം വയ്ക്കുമ്പോൾ കുറച്ച് സ്ഥലം പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അണ്ടർഗ്രൗണ്ടിൽ ചെയ്യാം. അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ചെയ്യാം. കാർ പോർച്ചിനടിയിൽ ടാങ്കുകൾ ചെയ്യാം. ബിൽഡിങ്ങിനടിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിനടിയിൽ ചെയ്യുമ്പോൾ എർത്ത് വർക്കിൻ്റെ കൂടെ എക്സ്പെൻസ് കൂടെ കൂടുതൽ വരും എന്നുള്ളതൊക്കെയാണ്. അത് മണ്ണിന് മുകളിലേക്കൊക്കെ കൂടുതലും ചെയ്യുന്നത്. ആ മണ്ണിനടിയിൽ വേണമെങ്കിലും നമുക്ക് ടാങ്കുകൾ ചെയ്യാം, സ്പേസ് ഒക്കെ ഉള്ളിടത്ത്. കാരണം അങ്ങനെ ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സ്ഥലപരിമിതി അണ്ടർഗ്രൗണ്ടിൽ കാർ പോർച്ചിനടിയിൽ പോലും നമുക്ക് വാട്ടർ ടാങ്കുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ആദ്യ സമയത്തൊക്കെ വാട്ടർ ഇത് ചെയ്ത് കൊടുത്ത് 1 വർഷം ഗ്യാരണ്ടി കൊടുക്കും. ഇത് 2 വർഷം 3 വർഷമായിട്ട് 10 വർഷമായിട്ടെങ്കിൽ പോകുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ 10 ഇയർ വാറണ്ടി അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ ഒരു 10 വർഷത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ 1 വർഷം 2 വർഷം നമ്മുടെ വീട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ പുറത്ത് ഒന്ന് പെയിന്റ് ചെയ്യും. ഇപ്പോൾ പായലൊക്കെ പൊക്കോളും. ഇതിപ്പം ഒരു വീട് പെയിന്റ് ചെയ്യുന്ന കൂടെ ഇതും കൂടെ പെയിന്റ് ചെയ്യും. പണി കഴിഞ്ഞ് അങ്ങ് ഇട്ടച്ച് പോയ അവസ്ഥയാണ്. പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് നല്ല ഭംഗിയാവും. അങ്ങനെ അങ്ങ് വീട് ചെയ്ത് എല്ലാ വർഷം 1-2 വർഷം കൂടുമ്പോൾ നമ്മൾ അതൊന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ മെയിൻ്റനൻസും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫിൽറ്ററിനകത്ത് കുറച്ച് പൊടിയും ചെളിയും വന്നെങ്കിൽ ആ ഫിൽറ്ററിന്റെ മുകളിൽ നിന്ന് ആ പൊടി എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ചിരട്ടക്കരിയോ കുറച്ച് മിറ്റലോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതായത് വളരെ ഈസി ആയിട്ട് ഒരു അരമണിക്കൂറും കൊണ്ട് 1-2 വർഷം കൂടുമ്പോൾ ഒരു അരമണിക്കൂറല്ല 1 മണിക്കൂറും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ വീട്ടുകാർക്കും തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെയിൻ്റനൻസ് അതിനകത്ത് വരുന്നുള്ളൂ. ചേട്ടാ, ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കണ്ടു വെച്ചാൽ നിങ്ങളുടെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ ഓൾ കേരള ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു? ഇതിപ്പോൾ നമ്മൾ കേരളത്തിന് വെളിയിലും ആന്ധ്ര, തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇന്നിപ്പം 360 രൂപ ആയിരുന്ന സിമെൻറ്റ് 500 രൂപ ആയി. ഒരു 2 ആഴ്ച വ്യത്യാസം, 2 മാസം കൊണ്ട് തന്നെ മെറ്റീരിയലിനുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഒരു ഓൾമോസ്റ്റ് 5 രൂപയ്ക്ക് പെർ ലിറ്റർ 5 രൂപയ്ക്കാണ് ഇപ്പോൾ ടാങ്കുകൾ നമുക്ക് തീർക്കാൻ പറ്റും. 1 ലിറ്ററിനാണ് ടാങ്കും അതിൻ്റെ ഫിൽട്ടർ യൂണിറ്റും വെള്ളം എടുക്കാനുള്ള വാലും ഈ എമൗണ്ടിൽ പെടും. പിന്നെ നമ്മൾ റൂഫ് ചെയ്യുന്ന ടാങ്കിലേക്ക് വരുന്ന പൈപ്പ് നമ്മളത് എത്ര വേണം എന്ന് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് കണക്കാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണത് ചെയ്യാൻ പറ്റുന്നത്.